ദൈവനാമത്തിൽ എല്ലാവർക്കും എൻ്റെ വന്ദനം. നമ്മുടെ അല്പസമയത്തെ ചിന്തയ്ക്കായി യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 15 മുതൽ 17 വരെ 1 John chapter 2 15-17 ഇപ്രകാരം കാണുന്നു. ലോകത്തെയും ലോകത്തുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിൻ്റെ സ്നേഹം ഇല്ല. ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ളത് എല്ലാം പിതാവിൽ നിന്നല്ല, ലോകത്തിൽ നിന്നത്രേ ആകുന്നു. ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു. ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കുന്നു. വളരെ വ്യത്യസ്തമായ രീതിയിൽ ചിന്തിക്കാനാണ് ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്താണ് ഇന്ന് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്, സംഭവിക്കുന്നത്? ധാരാളം അനേകം പുതിയ പുതിയ ദേവാലയങ്ങൾ തുറന്നുകൊണ്ടിരിക്കുന്നു. പല പേരിലും പല രൂപത്തിലും ഭാവത്തിലും. എന്താണ് അവിടെയൊക്കെ അവർ പ്രചരിപ്പിക്കുന്നത്? അനേകം ചർച്ചസ്, ദേവാലയങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്, ഓടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴുള്ള ലോക സംസ്കാരത്തിന് അനുസരിച്ചാണ്. ആസ് പെർ ദ കൾച്ചർ ഓഫ് ദ വേൾഡ്. ഇന്നത്തെ സമൂഹത്തിൻ്റെയും ജനത്തിൻ്റെയും ആവശ്യത്തിനും അവരുടെ താല്പര്യത്തിനും അനുസരിച്ചാണ് അവിടെ പാപത്തെ സ്വീകരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. ഇങ്ങനെയുള്ള ചർച്ചസ്, ആരാധനാലയങ്ങൾ പ്രവർത്തിക്കുന്നത് അന്തിക്രിസ്തുവിൻ്റെ ആത്മാവിലാണെന്ന് പറഞ്ഞാൽ നിഷേധിക്കാൻ പറ്റുകയില്ല. ദേ ആർ റൺ ബൈ ദ സ്പിരിറ്റ് ഓഫ് ആൻറ്റിക്രൈസ്റ്റ്. ഇങ്ങനെയുള്ള ചർച്ചുകൾ, ദേവാലയങ്ങൾ ഒരു നൈറ്റ് ക്ലബിൻ്റെ അഥവാ ഒരു നിശാ ക്ലബിൻ്റെ പ്രതീതിയിലാണ് പല സ്ഥലത്തും നാം കാണുന്നത്. അവിടെ നിങ്ങൾക്ക് ദൈവസ്നേഹം കാണാൻ പറ്റില്ല. യേശുക്രിസ്തുവിലുള്ള സ്നേഹം കാണാൻ സാധിക്കയില്ല. അവിടെ ഉള്ളത് ലോകത്തോടുള്ള സ്നേഹം മാത്രം. ലോകത്തോടുള്ള വിധേയത്വം അഥവാ അടിമത്തം അത്രേ അവിടെ നാം കാണുന്നത്. ഇങ്ങനെയുള്ള ഇടങ്ങളിൽ നിന്ന് നിങ്ങൾ അകന്നു നിൽക്കുക. അതാണ് നിങ്ങൾക്ക് നല്ലത്. നിങ്ങളിൽ പലരും ഈ ദേവാലയങ്ങളിൽ പോകുന്നവരാകാം, പോയിട്ടുണ്ടാവാം വർഷങ്ങളായി. നിങ്ങളൊരിക്കൽ പോലും പാപം എന്ന വാക്ക് കേട്ടിട്ടുണ്ടാവില്ല. അവരുടെ സന്ദേശങ്ങളിലോ ആരാധനയിലോ അവരുടെ പ്രഭാഷണങ്ങളിലോ പാപം എന്ന വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്താണ് നിങ്ങൾ അവിടെ കേൾക്കാറുള്ളത്? സാധാരണ ദൈവം എന്തൊക്കെ നിങ്ങൾക്ക് തരുമെന്നുള്ളതാണ്. നിങ്ങൾക്ക് സമ്പത്ത് തരും, അനുഗ്രഹം തരും. എന്നാൽ ആ രണ്ടക്ഷരം പാപം എന്ന വാക്ക് കേൾക്കുകയില്ല. പാപത്തെപ്പറ്റി പറയാത്തവരിൽ നിന്ന്, പരാമർശിക്കാത്തവരിൽ നിന്ന് അകന്നു നിൽക്കുക. പാപത്തെ സ്വീകരിക്കുന്ന ദേവാലയങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുക. കാരണം പാപത്തെപ്പറ്റി പറഞ്ഞാൽ നിങ്ങൾ പോകുന്നത്, അനുദിനം ചെയ്തുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഒക്കെ തെറ്റായി വരും. തെറ്റാണ്. നിങ്ങൾ പാപം ചെയ്യുന്നുവെന്ന് ആരെങ്കിലും പറഞ്ഞാൽ കേൾക്കുന്നവർക്ക് അത് ഉൾക്കൊള്ളാനും അംഗീകരിക്കാനും പറ്റില്ല. അവർ നിങ്ങൾക്ക് കേൾക്കാൻ ഇഷ്ടമുള്ളത്, നിങ്ങൾക്ക് സന്തോഷമുള്ളത് മാത്രമാണ് അവിടെ പറയുന്നത്. എന്നാൽ ഒരു ചർച്ച്, ഒരു ആരാധനാലയം എന്താണ് ശരിക്കും ചെയ്യേണ്ടത്? വേദപുസ്തകം പറയുന്നത് എന്താണോ, പഠിപ്പിക്കുന്നത് എന്താണോ, അതാണ് ഒരു ദേവാലയം ജനത്തോട് പറയേണ്ടത്. വരുന്നവരുടെ ഇഷ്ടത്തിനല്ല, അവരുടെ എണ്ണം കൂട്ടാനല്ല, അതിലുപരി അവരുടെ ലക്ഷ്യം, അവരുടെ സാൽവേഷൻ, അവരുടെ മാനസാന്തരം, അതിനത്ര ഊന്നൽ കൊടുക്കേണ്ടത്. അവരുടെ ലക്ഷ്യം, അവരുടെ താല്പര്യം എന്താണെന്നോ. നിങ്ങളുടെ പണം
ജനത്തെയും സമൂഹത്തെയും ആകർഷിപ്പാനായി അവർ പല തന്ത്രങ്ങളും പല ജാലവിദ്യകളും അവർ കാണിക്കും. ഇന്നത്തെ ജനത്തിന് വേണ്ടതും അതൊക്കെ തന്നെയാണ്. നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ അംഗീകരിക്കുന്ന സന്ദേശങ്ങൾ അവിടേക്ക് ജനം ഇടിച്ചു കയറും. പലയിടത്തും നാം കാണാറുള്ളത് പലരുടെയും സാക്ഷ്യങ്ങളാണ്, അനുഭവങ്ങളാണ്. സാക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താണ് അതിനർത്ഥം? സത്യം, തെളിവ് എന്നൊക്കെ പറയാം. മനുഷ്യർക്ക് മനുഷ്യരുടെ മുമ്പിൽ എന്ത് പറയാനും ചെയ്യാനും സാധിക്കും. കാണുന്നവർ അത് വിശ്വസിക്കും. എന്നാൽ ദൈവത്തെ കബളിപ്പിക്കാൻ മനുഷ്യർക്ക് സാധ്യമല്ല. പലരുടെയും സാക്ഷ്യങ്ങൾ പലതാണ്, അനുഭവങ്ങൾ വ്യത്യസ്തമാണ്. മാരക രോഗത്തിൽ നിന്ന് ഉള്ള വിടുതൽ, സമ്പത്ത് വർദ്ധിച്ചത്, ബിസിനസ് നന്നായത്, മക്കൾക്ക് ജോലി കിട്ടിയത്, പ്രവേശനം കിട്ടിയത്, മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടായത്, തളർന്നു കിടന്നവർ ഓടി നടക്കുന്നത്, ഇങ്ങനെ പോകുന്നു സാക്ഷ്യങ്ങൾ. ഇത് കാണുന്നവരും കേൾക്കുന്നവരും അവിടേക്ക് കടന്നു ചെല്ലുന്നു. ഓരോരുത്തരുടെ അവരുടെ ആവശ്യത്തിനായി ജനം അതിൽ ആകർഷിക്കപ്പെടുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 5-ാം അധ്യായം 1 മുതൽ 5 വരെ, ആക്ട്സ് ചാപ്റ്റർ 5 1-5 ഇപ്രകാരം കാണുവാൻ സാധിക്കും. എന്നാൽ അനന്യാസ് എന്നു പേരുള്ള ഒരു പുരുഷൻ തൻ്റെ ഭാര്യയായ സഫീരയോട് കൂടെ ഒരു നിലം വിറ്റു. ഭാര്യയുടെ അറിവോടെ വിലയിൽ കുറെ എടുത്തു വച്ച ശേഷം കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വച്ചു. അപ്പോൾ പത്രോസ്, അനന്യാസേ, പരിശുദ്ധാത്മാവിനോട് വ്യാജ്യം കാണിപ്പാനും നിലത്തിൻ്റെ വിലയിൽ കുറെ എടുത്ത് വെപ്പാനും സാത്താൻ നിന്റെ ഹൃദയം കൈവശമാക്കിയതും എന്ത്? അത് വിൽക്കും മുമ്പേ നിന്റേതല്ലായിരുന്നുവോ? ഈ കാര്യത്തിന് നീ മനസ്സ് വച്ചത് എന്ത്? മനുഷ്യരോടല്ല, ദൈവത്തോടത്രേ നീ വ്യാജ്യം കാണിച്ചത് എന്ന് പറഞ്ഞു. ഈ വാക്ക് കേട്ടിട്ട് അനന്യാസ് വീണ് പ്രാണനെ വിട്ടു. നാം താഴേക്ക് വായിക്കുമ്പോൾ 5-ാം അധ്യായം 7 തൊട്ട് 10 വരെ ഇങ്ങനെ കാണുവാൻ സാധിക്കും. ഏകദേശം 3 മണി നേരം കഴിഞ്ഞപ്പോൾ അവൻ്റെ ഭാര്യ ഈ സംഭവിച്ചതൊന്നും അറിയാതെ അകത്തു വന്നു. പത്രോസ് അവളോട്, ഇത്രയ്ക്കോ നിങ്ങൾ നിലം വിറ്റത്? പറക എന്ന് പറഞ്ഞു. അതെ, ഇത്രയ്ക്ക് തന്നെ എന്ന് അവൾ പറഞ്ഞു. പത്രോസ് അവളോട്, കർത്താവിൻ്റെ ആത്മാവിനെ പരീക്ഷിപ്പാൻ നിങ്ങൾ തമ്മിൽ ഒത്തത് എന്ത്? ഇതാ നിന്റെ ഭർത്താവിനെ കുഴിച്ചിട്ടവരുടെ കാൽ വാതിക്കലുണ്ട്, അവർ നിന്നെയും പുറത്തു കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. ഉടനെ അവൾ അവൻ്റെ കാൽക്കൽ വീണ് പ്രാണനെ വിട്ടു. പ്രിയപ്പെട്ടവരെ, നാം ഇവിടെ കണ്ടത് ദൈവസന്നിധിയിൽ കള്ളസാക്ഷ്യം പറഞ്ഞതാണ്. പിന്നെ സംഭവിച്ചതും, സാക്ഷ്യം പറയുമ്പോൾ എന്തായാലും എവിടെയായാലും സത്യം മാത്രമായിരിക്കണം. ഇന്ന് നാം പല സ്ഥലത്തും കാണുന്നത് ഇതൊക്കെയാണ്. മാരക രോഗത്തിൽ നിന്ന് വിടുതൽ കിട്ടിയവരും സമ്പത്തുണ്ടായവരും, ഇങ്ങനെ ഒരു നീണ്ട പട്ടിക തന്നെ. അതിലനേകം പേർ ആകർഷിക്കപ്പെടുന്നു. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഒന്ന് മാത്രമാണ്. എനിക്കൊന്നും വിൽക്കാനില്ല, പണത്തിന് വേണ്ടി ഒരു കച്ചവടവുമില്ല. വിശുദ്ധ വേദപുസ്തകത്തിലെ ചില സത്യങ്ങൾ പറയാനും ഓർമ്മപ്പെടുത്തുവാനും മാത്രമത്ര ശ്രമിക്കുന്നത്. പലർക്കും കേൾക്കാൻ താല്പര്യമുണ്ടാകില്ല. കാരണം അവർ അത് അനുസരിക്കുന്നില്ല, അവർ അത് പിന്തുടരുന്നില്ല, അങ്ങനെ ജീവിക്കുന്നില്ല. അവർ ആഗ്രഹിക്കുന്നത്, അവർ ഇഷ്ടപ്പെടുന്നത് സന്തോഷമുള്ളത് കേൾക്കാനത്രേ. ദേവാലയത്തിൽ പോകുന്നത് കൂടുതൽ ദൈവത്തെ അറിയാനും കാണാനുമാണ്. ക്രിസ്തുവിനെ പിന്തുടരാനും അവനിൽ വിശ്വസിക്കാനും അവൻ്റെ നീതിയിൽ ജീവിക്കാനുമാണ്, ലോകത്തെ കാണാനല്ല. ഇന്ന് അനേകം ചർച്ചുകൾ ലോകത്തിൻ്റെ അടിമകളാണ്. സമൂഹവും മനുഷ്യരും സ്വീകരിക്കുന്നത് അവർ സ്വീകരിക്കുന്നു, അവർ അനുകരിക്കുന്നു, അവർ അത് പിന്തുടരുന്നു.
ഇന്ന് അന്തിക്രിസ്തു വന്ന്, ആൻറ്റി ക്രൈസ്റ്റ് വന്ന് ഈ ലോകത്തെയും ഇവിടെ ഉള്ളതും ഒക്കെ അംഗീകരിക്കുന്നു എന്ന് വയ്ക്കുക. നിങ്ങൾ അത് പിന്തുടരുന്നു. അവർ ബൈബിളിലെ ഉള്ളടക്കം, ചട്ടങ്ങൾ, പ്രമാണങ്ങൾ മാറ്റുന്നു, തിരുത്തുന്നു. നിങ്ങളുടെ ഓരോരുത്തരുടെയും ആവശ്യാനുസരണം. ഈ ദേവാലയങ്ങൾ, പ്രസംഗിക്കുന്നവർ, പ്രാസംഗികർ, സഭ ഒക്കെ അത് അംഗീകരിക്കുന്നു, സ്വീകരിക്കുന്നു. നിങ്ങൾക്കറിയാം, ഇപ്പോൾ ജീവിക്കുന്നത് തിന്മയുടെയും ദുഷ്ടതയുടെയും ആഭാസത്തിൻ്റെയും ഒരു ലോകത്താണെന്ന്. തിന്മ ഭരിക്കുന്ന, റൂൾ ചെയ്യുന്ന ഒരു ലോകം. എന്താണ് ഒരു ദേവാലയത്തിൻ്റെ ആവശ്യം? ഒരു ചർച്ചിൻ്റെ ഉദ്ദേശം മനുഷ്യർക്ക് ദൈവവുമായി ഒരു നല്ല ബന്ധം ഉണ്ടാക്കുക, അവരുടെ ഉപദേശങ്ങൾ പിന്തുടരാനും അങ്ങനെ ജീവിക്കാനും. എത്ര പേർ അത് പിന്തുടരുന്നു? എത്ര പേർ അത് അനുസരിക്കുന്നു? ഒരു ദേവാലയം എന്നാൽ രക്ഷയിലേക്കുള്ള വഴി കാണിച്ചു കൊടുക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും അത്രേ ചെയ്യേണ്ടത്. ആത്മീയതയിലേക്കുള്ള ഒരു വഴികാട്ടിയായി യേശു പഠിപ്പിച്ചത് പിന്തുടരുകയാണ്. അല്ലാതെ ലോകത്തേക്കുള്ള വഴിയും നിങ്ങളുടെ സമ്പത്തും സമൃദ്ധി മെച്ചപ്പെടുത്താനുള്ളതല്ല. 2 തിമോത്തിയോസ് 4:1-5 വരെ. 2 തിമോത്തി 4:1-5. വചനം പ്രസംഗിക്കുക, സമയത്തിലും അസമയത്തിലും ഒരുങ്ങി നിൽക്കുക, സകല ദീർഘക്ഷമയോടും ഉപദേശത്തോടും കൂടെ ശാസിക്കുക, തർജ്ജനം ചെയ്യുക, പ്രബോധിപ്പിക്കുക. അവർ പത്യോപദേശം പൊറുക്കാതെ കർണരസമാകുമാറ് സ്വന്തം മോഹങ്ങളൊക്കെ ഒത്തവണ്ണം ഉപദേഷ്ടാക്കന്മാരെ പെരുക്കുകയും സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥകൾ കേൾപ്പാൻ തിരികെയും ചെയ്യുന്ന കാലം വരും. നീയോ സകലത്തിലും നിർമ്മതൻ ആയിരിക്കുക. ഇന്ന് ആ കാലം വന്നിരിക്കുന്നു. സത്യത്തിന് വില കൊടുക്കാതെ കെട്ടുകഥകൾ കേൾക്കുന്ന ഒരു കാലം. ഇന്ന് പല ദേവാലയങ്ങളും ജനത്തോട് പറയുന്നത് അവർക്ക് വേണ്ടതൊക്കെയാണ്, ദൈവം പറഞ്ഞതല്ല. വിശുദ്ധ പൗലോസ് ഇതേപ്പറ്റി മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇപ്പോൾ അത് വന്നു, നടന്നുകൊണ്ടിരിക്കുന്നു. മുന്നറിയിപ്പുകൾ അവഗണിച്ചു കൊണ്ടിരിക്കുന്നു. മുന്നറിയിപ്പുകൾ വകവയ്ക്കാതെ ജീവിക്കുന്ന ഒരു സമൂഹം, അനുസരണയില്ലാത്ത ഒരു സമൂഹം, പിതാക്കന്മാരുടെയും വിശുദ്ധന്മാരുടെയും നല്ല ഉപദേശങ്ങൾ മാനിക്കാതെ മുമ്പോട്ട് പോകുന്നു. മാനസാന്തരമില്ലാത്ത, ഖേദമില്ലാത്ത ഒരു തലമുറ. വചനം പറയുന്നു, നീയായിട്ട് വരിക, നീയായിട്ട് നിൽക്കുക. നീ എങ്ങനെയാണെങ്കിലും വരിക. നീ ഒരു വ്യഭിചാരിയാണോ? വരിക. നീ ഒരു മദ്യപാനിയാണോ? വരിക. നീ ഒരു നുണയനാണോ? വരിക. നീ ഏത് കൊള്ളരുതായ്മയും പാപവും ചെയ്തവനാണോ? വരിക എന്നാണ്. നീ എന്താണ് ചെയ്യേണ്ടത്? നിന്റെ തെറ്റുകൾ ഏറ്റുപറയുക, കുറ്റം സമ്മതിക്കുക, മാനസാന്തരപ്പെടുക. നിന്നെ ദൈവം ഒരു അനുസരണയുള്ള, വിധേയത്വമുള്ള ഒരാളായി മാറ്റും. പ്രിയപ്പെട്ടവരെ, നിർഭാഗ്യവശാൽ ഇന്ന് പല ദേവാലയങ്ങളും പറയുന്നത്, പഠിപ്പിക്കുന്നത് നിങ്ങളായി തന്നെ നിങ്ങളുടെ ഇഷ്ടാനുസരണം നിന്നോളാനാണ്. നിങ്ങളിങ്ങനെയുള്ള ദേവാലയങ്ങൾ പോകുന്നുണ്ടോ? നിങ്ങളൊരിക്കൽ പോലും പാപമെന്ന വാക്കോ മാനസാന്തരമെന്ന വാക്കോ അവരുടെ പ്രഭാഷണങ്ങളിൽ കേട്ടിട്ടുണ്ടോ? അവിടെ മനുഷ്യരുണ്ടാക്കിയ ഉപദേശങ്ങളും സന്ദേശങ്ങളുമൊക്കെ പറയുന്നത്. യോഹന്നാൻ 6:60-63 വരെ, ജോൺ ചാപ്റ്റർ 6:62-63 ഇങ്ങനെ കാണുന്നുണ്ട്. അവൻ്റെ ശിഷ്യന്മാർ പലരും അത് കേട്ടിട്ട്, ഇത് കഠിന വാക്ക്, ഇത് ആർക്ക് കേൾപ്പാൻ കഴിയും എന്ന് പറഞ്ഞു. ശിഷ്യന്മാർ അതിനെ ചൊല്ലി പിറുപിറുക്കുന്നത്
യേശു തന്നിൽ തന്നെ അറിഞ്ഞ് അവരോട് ഇത് നിങ്ങൾക്ക് ഇടർച്ച ആകുന്നുവോ? മനുഷ്യപുത്രൻ മുമ്പേ ഇരുന്നിടത്തേക്ക് കയറിപ്പോകുന്നത് നിങ്ങൾ കണ്ടാലോ? ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു, മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനും ആകുന്നു. പല ദേവാലയങ്ങളും ഇന്ന് സത്യത്തിൽ നിന്ന് അകലം പാലിക്കുന്നു. അവർ ലോകത്തിൻ്റെ ഇഷ്ടം അനുസരിച്ച് പോകുന്നു. എന്നാൽ ദൈവവചനം പറയുന്നത് നാം ഒക്കെ കുറ്റക്കാരാണെന്നാണ്. നിങ്ങൾക്കത് അംഗീകരിക്കാൻ പറ്റുമോ? ആരെങ്കിലും സമ്മതിക്കുമോ? കേൾക്കാൻ ഇഷ്ടപ്പെടുമോ? അത് തെറ്റാണെന്ന് നിങ്ങൾ പറയും. എന്നാൽ ദൈവവചനം നമ്മെ ഓരോരുത്തരെയും ചൂണ്ടി പറയുന്നു, നീ ഞാൻ നാം എല്ലാവരും കുറ്റക്കാരാണെന്ന്. സമൂഹം അത് കേൾക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. എന്നാൽ ഓരോരുത്തരുടെയും മനസ്സ്, അവരുടെ ഉപബോധ മനസ്സ് അവരോട് പറയും, നമ്മൾ തെറ്റുകാരാണെന്ന്, കുറ്റക്കാരാണെന്ന്. നമ്മൾ എന്താണ് ചെയ്യുക? മാറാൻ പറ്റില്ലെന്ന്. എനിക്ക് മാറാൻ പറ്റില്ല. യോഹന്നാൻ 14:15, ജോൺ ചാപ്റ്റർ 14:15, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളൂ. മനുഷ്യ മനസ്സ് സങ്കീർണമാണ്. അവരുടെ താല്പര്യങ്ങളും ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും അവർക്ക് മാറ്റാൻ സാധിക്കുകയില്ല. അതിനാൽ അവർ ദൈവവചനം അനുസരിക്കാനും പിന്തുടരാനും സാധിക്കാതെ മാറ്റിവെക്കും. എന്നാൽ മനസ്സ് അവരെ ഓർമ്മിപ്പിക്കും നിരന്തരമായി, ഞാൻ കുറ്റക്കാരനാണ്, അനുസരണയില്ലാത്തവനാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് എനിക്ക് നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത് ശാശ്വതമായ സത്യം എന്താണ്? ദൈവം നിങ്ങളോട് കോപത്തിലാണ്. ഒരു ദിവസം ദൈവം നിങ്ങളെ വിധിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യും. നിങ്ങളെയും ജഡത്തെയും സന്തോഷിപ്പിക്കുന്ന ദേവാലയങ്ങളിൽ നിന്ന് അകലം പാലിക്കുക. ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ദേവാലയങ്ങളിൽ പങ്കെടുക്കുക. ഗോഡ് ബ്ലെസ് യു ഓൾ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളോടെല്ലാവരും കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. ഈ സന്ദേശം നൽകിയത് ജോർജ് ജൂനിയർ കിഴക്കേവീട്.